കേന്ദ്ര റിവിഷൻ അതോറിറ്റിയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും അതേ തുടർന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധികൾ വന്നിട്ടുണ്ട്. കമ്പനിയുടെ മൈനിങ് പ്രോജക്റ്റിൽ നടപടിയെടുക്കുന്നതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 8/4/2016 ഉത്തരവായിട്ടുള്ളതാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിനും മൈനിങ് പ്രോജക്ട് അനുവദിക്കുന്നതിനുമായി കേരള സർക്കാരിന് KREML കമ്പനി വിവിധ തീയതികളിൽ അപേക്ഷ നൽകിയിട്ടുള്ളതാണ്. ആയതിൽ സംസ്ഥാന സർക്കാരിൽ ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. അന്താരാഷ്ട്ര വിപണിയിൽ സിന്തറ്റിക് റൂട്ടൈലിന്റെ വിലയിടവും അസംസ്കൃത വസ്തുവായ ഇൽമിനേറ്റിന്റെ ലഭ്യതക്കുറവും വില വർധനവും മൂലം CMRL ഭാരിച്ച നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 4 വർഷങ്ങളിൽ കമ്പനിക്കുണ്ടായ സഞ്ചിത നഷ്ടം 75 കോടി രൂപയോളമാണ്. ഇതിൽ 60 കോടിയോളം രൂപ നഷ്ടമായത് ലക്ഷക്കണക്കിന് മെട്രിക് ടൺ ഇൽമിനേറ്റ് ഇറക്കുമതി മൂലമുണ്ടായതാണ്. ബി വെരി സ്പെസിഫിക് ഓൺ ഓൾ ദീസ് പോയിന്റ്സ്. 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഏകദേശം 200 വർഷത്തേക്കുള്ള ഇൽമിനേറ്റ് നിക്ഷേപം സംസ്ഥാനത്തുണ്ടായിട്ടും കൂടിയാണ് CMRLന് ഇൽമിനേറ്റ് ഇറക്കുമതി ചെയ്യേണ്ടി വരുന്നത്. TCCയുടെ ഉൽപ്പന്നമായ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ മുന്തിയ ഭാഗം ഉപയോഗിക്കുന്നത് CMRL ആണ്. CMRLന്റെ പ്രവർത്തനം നിലച്ചാൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ വിപണി കുറയുകയും തൽഫലമായി TCC പ്രതിസന്ധിയിലാവുകയും ചെയ്യും. ഈ സാഹചര്യത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളായ HNL, KMML തുടങ്ങിയ കമ്പനികളിലും പ്രതിസന്ധിയിലാവും. TCC പ്രതിസന്ധിയിലാവുന്നതോടെ ക്ലോറിന്റെ അഭാവത്താൽ കേരളത്തിലെ കുടിവെള്ള വിതരണം താറുമാറാണ്. മാത്രമല്ല CMRLനെ ആശ്രയിച്ചു നിൽക്കുന്ന പേപ്പർ, തുണി വ്യവസായങ്ങൾ, റിഫൈനറി തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തെ ഇത് പ്രതികൂലമായി ബാധിക്കും. CMRL ഉൽപ്പന്നങ്ങളായ ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡും ജലശുദ്ധീകരണത്തിനാണ് ഉപയോഗിക്കുന്നത്. TCCയിൽ നിന്നും ഹൈഡ്രോക്ലോറിക് ആസിഡ് വാങ്ങി കമ്പനി ഉൽപ്പന്നങ്ങളായ ഫെറസ് ക്ലോറൈഡും ഫെറിക് ക്ലോറൈഡും മറ്റു കമ്പനികൾക്ക് ജലശുദ്ധീകരണത്തിന് ലഭ്യമാക്കുക വഴി ഇൻഡസ്ട്രിയൽ സിംബിയോസിസ് എന്ന ആശയം CMRL പ്രാവർത്തികമാക്കും. CMRL ഇന്ന് ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നതിന് തൊഴിലാളികൾക്ക് വേതനം നൽകുന്നതിന് ബുദ്ധിമുട്ടുകയാണ്. മൈനിങ്ങിന്റെ അഭാവത്തിൽ CMRL അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുകയാണ്. കമ്പനി പൂട്ടിയാൽ 1000-ഓളം കുടുംബങ്ങൾ പട്ടിണിയിലാവും. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഇടപെട്ട് എത്രയും വേഗം ഇതിനൊരു പരിഹാരമുണ്ടാക്കണം. ഏറ്റവും നല്ല തൊഴിൽ സംസ്കാരം നിലനിൽക്കുന്ന ഒരു മോഡൽ എക്കോ ഫ്രണ്ട്ലി വ്യവസായമാണ് CMRL. കമ്പനിയുടെ നിലനിൽപ്പ് രാജ്യത്തിന് തന്നെ അനിവാര്യമായ ഘടകമാണ്. ഇതിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് നടപടി ഉണ്ടാക്കണമെന്നും CMRLന്റെ മൈനിങ് പ്രോജക്ട് എത്രയും വേഗം അനുവദിക്കണമെന്നും CMRL കമ്പനിയിലെ സംയുക്ത ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ച മെമ്മോറാണ്ടം. ഈ മെമ്മോറാണ്ടത്തിലെ പിണറായി വിജയന്റെ ഒപ്പ് നിങ്ങൾക്ക് കാണാം. അദ്ദേഹം ആവശ്യമായ നടപടിക്ക് എന്ന് പറഞ്ഞ് പിണറായി വിജയൻ മാർച്ച് 8, 2017 ഇത് ഫയലാക്കി കുറിച്ച് മുമ്പോട്ട് വിട്ടു. അപ്പോ ഞാനിത് വായിക്കാൻ കാരണം ഇപ്പോ നിങ്ങൾക്ക് CMRLന്റെ താല്പര്യം എന്താണ്, CMRLന്റെ ആവശ്യം എന്താണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അവർക്ക് വേണ്ടത് ഇൽമിനേറ്റിന്റെ സപ്ലൈ ആണ്. ഇൽമിനേറ്റിന്റെ നിരന്തരമായിട്ടുള്ള അല്ലെങ്കിൽ ഇത് മുടക്കമില്ലാത്ത സപ്ലൈ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുക എന്നുള്ളതാണ് CMRL കമ്പനിയുടെ ആവശ്യം. ഇനി ഇതില് മൈനിങ് ലീഗ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ വന്നതിന് ശേഷം ഇതേ സംബന്ധിച്ച് ഇത് പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ CMRLനെ സഹായിക്കാനുള്ള മാർഗം എന്താണ്? സെക്കൻഡ് സ്റ്റേജിൽ CMRLനെ സഹായിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് ഇലിമിനേറ്റ് അവൈലബിൾ ആക്കണം എന്നുള്ളതാണ് അവരുടെ റിക്വസ്റ്റ്. അതിനു വേണ്ടിയിട്ട് ഇതിന്റെ അകത്തൊരു റഫറൻസ്, ഇത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആലപ്പുഴ ചെയർമാനായ ജില്ലാ കളക്ടറുടെ ഒരു പ്രൊസീഡിംഗ് ആണ്. അതിന്റെ അകത്ത് ആദ്യം പറയുന്നത് വായന 1. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 27/10/2018 യോഗത്തിന്റെ തീരുമാനം. പിന്നീട് അതിന്റെ ഫോളോ മീറ്റിംഗ്സ് എല്ലാം ഉണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേയുടെ അഴിമുഖം ഉൾപ്പെട്ട തീരപ്രദേശത്ത് ആലപ്പുഴ സാമൂഹ്യ വനവൽക്കരണത്തിന്റെ ഭാഗമായി കാറ്റാടി മരങ്ങൾ വെച്ചുപിടിപ്പിച്ചു. എന്നാൽ സ്പിൽവേയിൽ നിന്നും അഴിമുഖത്തേക്കുള്ള ലീഡിംഗ് ചാനലിന്റെ വടക്കുഭാഗത്ത് അടിഞ്ഞുകൂടിയ മൺതിട്ടയിൽ വെച്ചുപിടിപ്പിച്ചിരിക്കുന്ന കാറ്റാടി മരങ്ങൾ കടലിലേക്കുള്ള ജലത്തിന്റെയും സുഗമമായ ഒഴുക്കിന് തടസ്സമായി തീരുന്നു. ഇപ്രകാരം സ്പിൽവേയിൽ കൂടി ഒഴുകി മാറേണ്ടതായ വെള്ളത്തിന്റെ അളവിൽ കുറവ് വരുന്നത് മൂലം ആലപ്പുഴ ജില്ലയിൽ വിശേഷിച്ച് കുട്ടനാടിൽ വെള്ളപ്പൊക്ക കെടുതികൾ രൂക്ഷമാകാൻ ഇടയാകും. കൂടാതെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ മൂലം കുട്ടനാടിൽ വെള്ളപ്പൊക്ക സാധ്യത ഏറിവരികയുമാണ്. ഇപ്രകാരമുള്ള വെള്ളക്കെടുതികൾ കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ അടിയന്തരമായി അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായി തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്ന് മഴമുഖത്തേക്കുള്ള ലീഡിംഗ് ചാനലിന്റെ വീതി കൂട്ടുന്നതിലേക്ക് ചാനലിന്റെ വലതുഭാഗത്ത് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം നട്ടുവളർത്തിയിട്ടുള്ള മരങ്ങൾ നീക്കം ചെയ്യണമെന്ന് വായന 1-2 പ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. വായന 1 എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ്. ഈ ഉത്തരവിൽ പറയുന്ന മണല് ഡിപ്പോസിറ്റ് ചെയ്യുന്ന തുടർ നടപടി സ്വീകരിക്കാൻ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനെ ചുമതലപ്പെടുത്തിയിരുന്നു. DDMA യോഗത്തിൽ
കടലിലേക്കുള്ള നീരൊഴുക്ക് സുഗമമായി നടത്തുന്നതിന് വേണ്ടി വേണ്ട നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മേൽസാഹചര്യത്തിലും ആപൽക്കരമായ ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ ലീഡിംഗ് ചാനലിന്റെ ജലത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തും. കാറ്റാടി മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് സുഗമമാക്കുന്നതിന് മരം മുറിച്ചു മാറ്റിയ ഭാഗത്തെ മണ്ണ് എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് 25/5/2020 മാറ്റി വെള്ളത്തിന്റെ സുഗമമായ ഒഴുക്ക് ഉറപ്പാക്കാൻ 2005 ദുരന്ത നിവാരണ നിയമപ്രകാരം 34 പ്രകാരം എക്സിക്യൂട്ടീവ് ഇറിഗേഷൻ മെക്കാനിക്കൽ വിഭാഗത്തെ ചുമതലപ്പെടുത്തി ഇതിനാൽ ഉത്തരവാകും. ഇത് സംബന്ധിച്ച നടപടി വെറും 25/5/2020 ഈ കാര്യാലയത്തിൽ സമർപ്പിക്കാനുള്ള ഉത്തരവാകും. അതായത് മുഖ്യമന്ത്രിയുടെ യോഗത്തിൽ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമാണ്. അതിന്റെ നെക്സ്റ്റ് ലെവൽ എക്സിക്യൂഷൻ, ഇംപ്ലിമെന്റേഷൻ ആലപ്പുഴ ജില്ലാ കളക്ടർ, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ തോട്ടപ്പള്ളിയിൽ നിന്നും മണല് നീക്കം ചെയ്യാനുള്ള ആ നിർദ്ദേശം പാലിച്ച് ചെയ്തു. ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇതെന്ന് പറയുന്നത് 31/5/2019 ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ച വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അക്യൂമുലേഷൻ ഓഫ് സാൻഡ് എല്ലാം പറഞ്ഞു. ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ഈ മാറ്റാൻ പോകുന്ന മണ്ണില് ആറ്റമിക് മിനറൽസ് ഉണ്ടെന്ന് അറിയാതെ അല്ല ഈ മണ്ണ് മാറ്റാൻ തീരുമാനിക്കുന്നത്. കരിമണലാണെന്നും ഇത് ആറ്റമിക് മിനറൽസ് ആണെന്നും ഇത് ഈ ഗവൺമെന്റ് ഓഫ് കേരളയുടെ പ്രൊസീഡിങ്സ് ആണ്, ഓർഡറാണ്. ഗവൺമെന്റ് ഓഫ് കേരളയുടെ 31/5/2019 ഒഫീഷ്യൽ ഓർഡർ ഇഷ്യൂ ചെയ്യുന്നതാണ് ഈ മണൽ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട്. ഇതിന് കാരണമായി പറയുന്നത് ഈ നേരത്തെ പറഞ്ഞ കുട്ടനാടിലെ വെള്ളപ്പൊക്കം കാരണം ഈ മണ്ണ് നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു. അതിനുശേഷം സിൻസ് ദ സാൻഡ് ഡിപ്പോസിറ്റ്സ് ആർ നോട്ടഡ് ടു കണ്ടെയ്ൻ റെഗുലേറ്റഡ് മിനറൽസ്, the disposal of sand can be entrusted only to appropriate licensees in public sector. ഈ മണ്ണിന് ആറ്റമിക് മിനറൽസ് ഉള്ളതുകൊണ്ട് ഇതിന് അധികാരപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഇത് നൽകാൻ കഴിയുമെന്ന് പറയാം. ഇന്ത്യൻ റയർ എർത്ത് ലിമിറ്റഡ് ചവറ ആൻഡ് കേരള മൈനിങ് KMML Chavara have approached the government for sand based on the decision of the meeting held by Honorable Minister on 24/1/2019.